സൗദി കിരീടാവകാശി US സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. അമേരിക്കയിൽ നിന്ന് വൻകിട ആയുധ കരാറുകളാണ് സന്ദർശന ലക്ഷ്യം. F-35 യുദ്ധവിമാനങ്ങളടക്കം സൗദിയുടെ ലക്ഷ്യമാണ്. US-മായി ഒപ്പിടാൻ പോകുന്ന കരാറുകൾ നോക്കാം. US-ന്റെ സുരക്ഷാ പിന്തുണയുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം സൗദി അറേബ്യയുടെ അപേക്ഷയിൽ 48 F-35 വിമാനങ്ങൾ നൽകുന്ന കാര്യം പരിഗണിക്കുകയാണ്. ഇത് $1 ബില്യൺ മൂല്യമുള്ള ഒരു വമ്പൻ ഇടപാടായി മാറും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്ക സന്ദർശിക്കുന്നതിന് മുമ്പ് തന്നെ പെന്റഗണിൽ ഇതിലേക്കുള്ള നീക്കം സജീവമാക്കിയിട്ടുണ്ട്. ഈ വിൽപ്പനക്ക് മുമ്പെന്ന പോലെ ഇപ്പോഴും പ്രധാന തടസ്സം ഇസ്രായേൽ ലോബിയാണ്. ഈ വിൽപ്പന നടന്നാൽ മിഡിൽ ഈസ്റ്റിലെ സൈനിക സന്തുലനത്തിൽ വലിയ മാറ്റം വരും. ഇസ്രായേലിന് പരമാവധി മിലിറ്ററി എഡ്ജ് നൽകുന്നതായിരിക്കും സാധാരണഗതിയിൽ US-ന്റെ ഇടപാടുകൾ. അതായത് ഇസ്രായേലിന് അറബ് രാഷ്ട്രങ്ങളെക്കാൾ മികച്ച ആയുധങ്ങൾ ലഭിക്കണമെന്ന അമേരിക്കൻ നയം. ഇത് ഈ ഇടപാട് നടന്നാൽ മാറും. ഇസ്രായേലുമായി ബന്ധമില്ലാത്ത അറബ് രാഷ്ട്രങ്ങൾക്ക് ആയുധം കൈമാറാൻ US-ലെ ലോബികൾ എതിർ നിൽക്കുന്നുണ്ട്. എന്നാൽ അതില്ലാതെ തന്നെ ബിസിനസ് താൽപര്യം മുൻനിർത്തി ഒരു വ്യക്തി എന്ന നിലയിൽ ട്രംപ് എന്തെല്ലാം സൗദിക്കായി ചെയ്യുമെന്നതിന്റെ പരീക്ഷണം കൂടിയായിരിക്കും വരാനിരിക്കുന്ന സൗദി US ആയുധ ഇടപാടുകൾ. ട്രംപിന് വിവിധ ബിസിനസ് പദ്ധതികൾ സൗദി അറേബ്യയിലുണ്ട്. സൗദി അറേബ്യ ഈ വർഷം ആദ്യം തന്നെ ട്രംപിനോട് നേരിട്ട് ആയുധ കരാറിനായി അപേക്ഷിച്ചിരുന്നു. ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിക്കുന്ന ഈ ആധുനിക F-35 വിമാനത്തിൽ സൗദിക്ക് ദീർഘകാലമായി താൽപര്യമുണ്ട്. 48 വിമാനങ്ങൾ വിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പെന്റഗൺ നോക്കുന്നത്. ചില ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോടാണ് ഇത് രഹസ്യമായി വെളിപ്പെടുത്തിയത്. അന്തിമ തീരുമാനമെടുക്കാൻ ഇനിയും കടമ്പകൾ ബാക്കിയാണ്. ക്യാബിനറ്റിന്റെ അംഗീകാരം, ട്രംപിന്റെ അനുമതി, കോൺഗ്രസിനെ അറിയിക്കൽ, ഇതെല്ലാം പൂർത്തിയാകണം. പെന്റഗണിന്റെ പോളിസി വിഭാഗം മാസങ്ങളോളം ഇതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൻസ് സെക്രട്ടറി തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്നാണ് വിവരം. സൗദിയും ട്രംപും തമ്മിലുള്ള ബന്ധമാണ് ഈ ഇടപാടിലൂടെ തെളിയുക. പെന്റഗൺ, വൈറ്റ് ഹൌസ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയിൽ നിന്ന് വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിലേക്കുള്ള ആയുധ വിൽപ്പനയിൽ ഇസ്രായേലിന്റെ മേധാവിത്വം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇത്രയും കാലം അമേരിക്ക പ്രവർത്തിച്ചത്. എന്നാൽ ഈ ഇടപാട് നടന്നു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുമെന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള F-35 ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമാണ്. ശത്രുക്കൾ അറിയാതെ ലക്ഷ്യത്തിലെത്താൻ ഇവക്ക് കഴിയും. 10 വർഷത്തിലേറെയായി ഇസ്രായേൽ ഇത് ഉപയോഗിച്ചു പോരുന്നു. മിഡിൽ ഈസ്റ്റിൽ F-35 ഉള്ള ഏക രാജ്യവും ഇസ്രായേലാണ്. അമേരിക്കൻ ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് സൗദി. വ്യോമസേന ആധുനികവൽക്കരിക്കാനും പ്രാദേശിക ഭീഷണി ചെറുക്കാനുമാണ് സൗദി ഇത് ഉപയോഗിക്കുന്നത്. സൗദി വ്യോമസേനയിൽ നിലവിലുള്ളത് ബോയിങ്ങിന്റെ F-15 വിമാനങ്ങളാണ്. യൂറോപ്യൻ ടൊർണാഡോ, ടൈഫൂൺ തുടങ്ങിയ വിമാനങ്ങളും ഇവക്കൊപ്പം ഉണ്ട്. സൗദി അറേബ്യയുമായി പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ തയ്യാറാണെന്ന് ട്രംപ് ഭരണകൂടം 2ാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ അറിയിച്ചിരുന്നു. ബൈഡൻ ഭരണകാലത്ത് സൗദി ഇസ്രായേൽ ബന്ധം സാധാരണവൽക്കരിക്കുന്ന പാക്കേജിന്റെ ഭാഗമായാണ് അന്ന് F-35 വിമാനങ്ങൾ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അന്നത് നടന്നില്ല. ട്രംപ് തിരിച്ചെത്തിയ ശേഷം സൗദിക്ക് ആയുധ വിൽപ്പന മുൻഗണനയാണ്. മെയ് മാസം $142 ബില്യൺ മൂല്യമുള്ള ആയുധ പാക്കേജ് അമേരിക്ക സൗദിക്ക് വാഗ്ദാനം ചെയ്തു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ. ഇതും നടപ്പാക്കുന്നതിൽ പക്ഷേ കോൺഗ്രസിന്റെ പരിശോധന വെല്ലുവിളി ഉയർത്തിയേക്കാം.
ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറുകൾ അമേരിക്കൻ ആയുധ വ്യവസായത്തിന് വലിയ ഉത്തേജനമായിരുന്നു. ട്രംപ് സൗദിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ആയുധ വിൽപ്പനയെ മുൻഗണനാ അടിസ്ഥാനമാക്കി. 2017 റിയാദ് സമ്മേളനത്തിനിടെ ട്രംപും സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസും ഒപ്പിട്ട $110 ബില്യൺ മൂല്യമുള്ള പ്രധാന കരാർ ഇതിന്റെ തുടക്കമായിരുന്നു. 10 വർഷം കൊണ്ട് $350 ബില്യൺ വികസിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു ഈ കരാർ. പക്ഷേ 2018 വരെ $14.5 ബില്യൺ മാത്രമാണ് യഥാർത്ഥ വാങ്ങലുകൾ നടന്നത്. ഈ കരാറിൽ ടാങ്കുകൾ, യുദ്ധക്കപ്പലുകൾ, മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ, റഡാർ കമ്മ്യൂണിക്കേഷൻ, സൈബർ സുരക്ഷാ സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ്, റഥിയോൺ, ജനറൽ ഡൈനാമിക്സ്, നോർത്രോപ്പ് ഗ്രൂമാൻ തുടങ്ങിയ 12ലധികം അമേരിക്കൻ കമ്പനികൾക്കാണ് ഇതിന്റെ ഗുണം ലഭിച്ചത്. $40,000-ലധികം തൊഴിലുകൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അതുണ്ടായില്ല എന്ന് US മാധ്യമങ്ങൾ പിന്നീട് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 സൗദി പത്രപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിന് ശേഷമാണ് കോൺഗ്രസ് സൗദിക്കുള്ള ആയുധ വിൽപ്പനകളെ ചോദ്യം ചെയ്തത്. എങ്കിലും ഇത് മറികടന്ന് ട്രംപ് ഭരണകൂടം സൗദിയുമായി സഹകരണം ഉറപ്പാക്കി. 2019 ജനുവരിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ട്രംപ് സൗദിക്കും UAEക്കും ആയുധങ്ങൾ കൈമാറാൻ തീരുമാനിച്ചിരുന്നു. കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ $8 ബില്യണിലേറെ മൂല്യമുള്ള ആയുധ പാക്കേജാണെന്ന് സൗദിക്കും UAEക്കും US അംഗീകരിച്ചു നൽകിയത്. ഇതിൽ സൗദിക്ക് 6500-ലധികം ആന്റി ടാങ്ക് മിസൈലുകൾ, പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകൾ, അബ്രാംസ് ടാങ്കുകളുടെ പാർട്സുകൾ, ഹെലികോപ്റ്ററുകൾ, ആയുധവാഹിനികൾ എന്നിവ ഉൾപ്പെട്ടു. കോൺഗ്രസ് ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും 3 ബില്ലുകളെ വീറ്റോ ചെയ്താണ് ട്രംപ് ഇത് കൈമാറാൻ തീരുമാനിച്ചത്. 2020 ട്രംപിന്റെ ആദ്യ ഭരണത്തിന്റെ അവസാന മാസങ്ങളിൽ $478 മില്യൺ മൂല്യമുള്ള പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകളും $290 മില്യൺ വിലമതിപ്പുള്ള ബോംബുകളും അംഗീകരിച്ചു. മൊത്തത്തിൽ ഈ കരാറുകൾ $100 ബില്യണിന് മുകളിലുള്ളതായിരുന്നു. USുമായുള്ള ബന്ധം വരാനിരിക്കുന്ന ഇടപാടിലും പ്രതിരോധ രംഗത്ത് സൗദിക്ക് നേട്ടമുണ്ടാക്കും. പക്ഷേ എത്ര പണമിറക്കിയാലും ഇസ്രായേലിനെ മറികടന്ന് അവരുടെ താൽപര്യങ്ങളെ ഹനിക്കാതെയാകും ഈ കരാറുകൾ എന്നത് ഉറപ്പാണ്. ഇനി ഈ ആയുധങ്ങൾ ലഭിക്കണമെങ്കിൽ ഇസ്രായേലുമായി സൗദി നയതന്ത്ര ബന്ധത്തിലേക്ക് പോകണം. അതിന് സൗദി കൂട്ടാക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധത്തിന് സൗദിയുടെ പ്രധാനപ്പെട്ട ഉപാധി ഫലസ്തീൻ രാഷ്ട്രമാണ്. അത് അംഗീകരിക്കാൻ ഇസ്രായേലും തയ്യാറല്ല. അങ്ങനെയെങ്കിൽ US മുന്നോട്ട് വെക്കുന്ന അബ്രഹാം അക്കോർഡിലേക്ക് എങ്ങനെയാകും സൗദി എത്തുക? ഈ മാസം 18 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ US നടത്തുന്ന സന്ദർശനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചിത്രം തെളിഞ്ഞേക്കും.